വിശദമായ വാർത്തകൾ നോക്കാം. കേന്ദ്ര തൊഴിൽ നയങ്ങളിൽ പ്രതിഷേധിച്ചുള്ള ദേശീയ പണിമുടക്കിൽ സ്തംഭിച്ചു കേരളം. 24 മണിക്കൂർ പണിമുടക്കിൽ പലയിടങ്ങളിലും വാഹനങ്ങൾ തടഞ്ഞത് വാക്കേറ്റത്തിലാണ് കലാശിച്ചത്. കോഴിക്കോട് പുതിയങ്ങാടിയിൽ GM-UP സ്കൂളിൽ അധ്യാപകരെ തടഞ്ഞ സ്കൂൾ ഗേറ്റിൽ CITU പ്രവർത്തകർ കൊടികുത്തി. ഇതിനിടെയുണ്ടായ സംഘർഷത്തിൽ UDF പ്രവർത്തകർ വിദ്യാർത്ഥിയെ മർദ്ദിച്ചുവെന്ന ആരോപണമുയർന്നു. കോട്ടയം പെരുന്ന പ്രൈമറി ഹെൽത്ത് സെന്റർ അടച്ചിട്ടു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ KSRTC സർവീസ് നടത്തുന്നതിനെത്തിയ ജീവനക്കാരെ സമരാനുകൂലികൾ തടഞ്ഞത് വാക്കേറ്റത്തിനുമിടയാക്കി. കോഴിക്കോട് നിന്ന് സിനോജ് തോമസ് നമ്മളോടൊപ്പം ചേരുകയാണ്. വിശദമായ വിവരങ്ങളുമായി സിനോജ്, കേന്ദ്ര നയങ്ങൾക്കെതിരായ വലിയ സമരം നടക്കുന്നു. അതിനിടയിൽ സംസ്ഥാനത്ത് ഉടനീളം എന്ന് എടുത്തു പറയാൻ കഴിയുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. വാക്കേറ്റം, കയ്യേറ്റം തുടങ്ങിയവയൊക്കെ നടക്കുകയാണ്. എന്തൊക്കെ അനിഷ്ട സംഭവങ്ങൾ ഇതുവരെ? മാധു, അതായത് ദേശീയ പണിമുടക്ക് കേരളത്തിൽ പൊതുജീവിതത്തെ പൂർണ്ണമായി ബാധിച്ചെന്ന് പറയാം. പല ജില്ലകളിലും വാഹനങ്ങൾ തടയുന്ന സാഹചര്യമുണ്ടായി. കോഴിക്കോട് ജില്ലയിലും ഒപ്പം തന്നെ കോട്ടയത്തും എറണാകുളത്തൊക്കെ തന്നെ KSRTC ബസ്സുകൾ തടയുന്ന സാഹചര്യമുണ്ടായി. പല സ്ഥലത്തും യാത്രക്കാർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിലാണ്. ഈ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർ ഇപ്പോഴും ബസ് കാത്തിരിക്കുന്നുണ്ട്. രാവിലെ ഇവിടുത്തെ ബസ് സമരക്കാർ CITക്കാർ തടയുന്ന സാഹചര്യമുണ്ടായി. ബംഗളൂരിൽ നിന്ന് രാവിലെ വന്നിറങ്ങിയ ഒരു ഉമ്മയും മകനെയും ഓട്ടോറിക്ഷയിൽ കയറിയപ്പോൾ ഓട്ടോ തടഞ്ഞു നിർത്തി പ്രതിഷേധക്കാർ ഇറക്കി വിടുന്ന സാഹചര്യമുണ്ടായി. നെയ്യാറ്റിൻകരയിൽ ജോലിക്കെത്തിയ KSRTC ജീവനക്കാരെ സമരാനുകൂലികൾ തടയുന്ന സാഹചര്യമുണ്ടായി. കൽപ്പറ്റയിൽ തുറന്ന ബാങ്ക് അടപ്പിച്ചു. ഒപ്പം തന്നെ കൽപ്പറ്റയിൽ വാഹനങ്ങൾ തടയുന്ന സാഹചര്യമുണ്ടായി. കോഴിക്കോട് പുതിയങ്ങാടിയിൽ സ്കൂള് തുറന്നു. അവിടെ വിദ്യാർത്ഥികൾ എത്തിയിരുന്നു, അധ്യാപകർ എത്തിയിരുന്നു. അവിടെ CIT പ്രവർത്തകരെത്തി സ്കൂൾ ഗേറ്റ് അടച്ച് അധ്യാപകരെയും കുട്ടികളോട് പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ടു. അത് വലിയ സംഘർഷത്തിലേക്ക് പോയി. അതിനിടയിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ UDF പ്രവർത്തകർ മർദ്ദിച്ചെന്ന പരാതി ഉയർന്നു. പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത്. ഒപ്പം തന്നെ കോട്ടയം പെരുന്നയിൽ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പൂട്ടിയതിനെതിരെ വലിയ പ്രതിഷേധം ഇന്നുണ്ടായി. സാധാരണ ദേശീയ പണിമുടക്കിൽ ഉച്ചവരെ വലിയ പ്രതിഷേധങ്ങളും റോഡ് തടയലൊക്കെ തന്നെ ഉണ്ടാകുന്നതാണ്. അത് സ്വാഭാവികമായി ഇത്തവണ നടന്നു. ഉച്ചയ്ക്ക് ശേഷം സ്വാഭാവികമായിട്ടും ഈ സമരത്തിന്റെ ശക്തി കുറഞ്ഞു വരുന്നതായിരിക്കും കാണാൻ വേണ്ടി പോവുക. കാരണം ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഈ സമരം നടത്തുന്ന ട്രേഡ് യൂണിയനുകൾക്ക് തന്നെ പല സ്ഥലത്തും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. കോഴിക്കോട് ആദായ നികുതി ഓഫീസിലേക്കായിരുന്നു മാർച്ച് നടത്തിയത്. ശരി, അധ്യാപകരെ തടഞ്ഞതോടുകൂടിയാണ് സംഘർഷം തുടങ്ങിയത്. ഒരു വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റുവെന്ന പരാതി കൂടി ഉണ്ടാവുകയാണ് ഈ പണിമുടക്ക് ദിനത്തിൽ.